ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17 ജനുവരി 2026 നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങളാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മൊത്തത്തിൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കേരള PSC കുറച്ചുകൂടി മാറ്റങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി അവർ ടഫാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ എങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റുമോ അതൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. സോ നമ്മൾ പഠിത്തത്തിൻ്റെ സ്റ്റൈല് മാറ്റേണ്ട സമയമായി. ഇപ്പോഴും നിങ്ങൾക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഹാർഡായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ സ്റ്റൈല് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് അത്ര ഹാർഡല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത്ര ഹാർഡല്ല, എന്നാലും അത്ര ഈസി അല്ല. ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പറയാം. ഞാനിപ്പോൾ അതല്ല ഇവിടെ പറയണ്ടല്ലേ, ഞാൻ കണക്കിൻ്റെ കാര്യമല്ലേ പറയണ്ടേ. അപ്പോൾ കണക്കിനെ പറ്റി എന്താ അഭിപ്രായം? കണക്ക് സിമ്പിളായിരുന്നോ? കണക്ക് സിമ്പിളായിരുന്നില്ല. ഇച്ചിരി ഒന്ന് തല കറക്കുന്ന ചോദ്യങ്ങളായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ചാൽ കിട്ടും. എന്നാലും പലരും പലതിൻ്റെയും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മിസ്സായി കാണും. ആ ഒരു ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റിയേനെ. കാരണം അത്രക്കും ടഫല്ല. കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാൽ അത് ഒരു എബോവ് ആവറേജ് ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ മേ ബി നമ്മുടെ പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടോ ചില ഇക്വേഷൻസ് മറന്നത് കൊണ്ടോ കിട്ടാതിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാണും ഇതിനകത്ത്. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന പരീക്ഷകൾക്ക് നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സോ നമുക്ക് ഓരോ കണക്ക് ചോദ്യങ്ങളും ചെയ്തു നോക്കാം. സോ നമുക്കുള്ള ആദ്യത്തെ ചോദ്യം, ദ ലാസ്റ്റ് ഡേ ഓഫ് എ സെഞ്ച്വറി കനോട്ട് ബി എന്താണ് ചോദ്യം. അതായത് ഒരു സെഞ്ച്വറിയുടെ അവസാനത്തെ ദിവസം ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആവാൻ പാടില്ലാത്തത് അല്ലേ? ഓപ്ഷൻസ് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, ട്യൂസ്ഡേ. അപ്പോൾ നമുക്ക് ചിലർക്ക് ഇത് ഇത് ഇത്തിരി ടഫുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയാം. കാരണം ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കറിയാം ഒരു കലണ്ടർ ഇയർ, ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഓരോ 400 വർഷം കൂടുമ്പോഴാണ്. അതായത് ഓരോ 400 വർഷവും കലണ്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? നമുക്ക് ഈ ഓഡ് ഡേയ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കലണ്ടറിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ടാവണം. കാരണം കലണ്ടറിൻ്റെ പ്രോബ്ലംസ് ഓഡ് ഡേയ്സ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടേബിൾ കണ്ടോ, ഓഡ് ഡേയ്സ്, 0 ഡേ, സൺഡേ ഇങ്ങനെ വരുന്നത്. നമുക്കിപ്പോൾ ഒന്നും അറിയാതെ ഇപ്പോൾ നമ്മൾ കേരള PSC ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഡേ തരും. അതായത് ഇന്ന ദിവസം ഇന്നാണെങ്കിൽ അടുത്ത വർഷം ഇതേ ദിവസം എത്രയായിരിക്കും? അങ്ങനെയാണ് കൂടുതൽ ചോദ്യങ്ങളും കണ്ടുവരുന്നത്. ഇപ്പോൾ അതില്ലാതെ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കുകയാണ്, ഇപ്പോൾ 2078 ജനുവരി 30 ഏത് ദിവസമാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താനുള്ള കുറച്ച് വഴികളുണ്ട്. ആ വഴികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ഇത്. ഓഡ് ഡേയ്സ് 0 എന്ന് പറയുമ്പം സൺഡേ, 1 എന്ന് പറഞ്ഞാൽ മൺഡേ. ഇത് ഈ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഡേയ്സിനെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ വരുന്നതാണ് ഇതൊക്കെ. 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ 0 ആണ്. അപ്പോൾ ആ ദിവസം സൺഡേ ആയിരിക്കും വരിക. റിമൈൻഡർ 6 ആണെങ്കിൽ ആ ദിവസം സാറ്റർഡേ ആയിരിക്കും വരിക. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കാര്യം അറിയുമോ നിങ്ങൾക്ക്? ഓരോ 100 വർഷവും 5 ഓഡ് ഡേയ്സ് ആണുള്ളത്. ഓരോ 200 വർഷവും 3 ഓഡ് ഡേയ്സ് ആണുള്ളത്. ഓരോ 300 വർഷവും ഒരു ഓഡ് ഡേ ആണുള്ളത്. ഓരോ 400 വർഷം കൂടുമ്പോഴും കലണ്ടർ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 0 ഓഡ് ഡേയ്സ് ആണുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ വരുന്നു നോക്കിയാലോ. അതായത് ഇൻ 100 ഇയേഴ്സ് ഹൗ മെനി ഓഡ് ഡേയ്സ്? ഒരു 100 വർഷം എത്ര ഓഡ് ഡേയ്സ് ആണുള്ളത്? 100 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? 100 ഇയേഴ്സിൽ എന്തായാലും ഒരു ഓഡ് ഡേ എന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം 365 ദിവസം മിനിമം എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ 100 ഓഡ് ഡേ എന്തായാലും ഉണ്ടാവും. പിന്നെയുള്ളത് നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ്. ഒരു ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേ കാണും? 2 ഓഡ് ഡേ കാണും. ആ 2 ഓഡ് ഡേയിൽ സ്വാഭാവികമായിട്ട് ഒരു ഓഡ് ഡേ ഇതിനകത്ത് നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞു. പിന്നെയുള്ള ഒരു ഓഡ് ഡേ വേണം. ആ ഓഡ് ഡേ ഇവിടെ നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് എങ്ങനെ കിട്ടും? ഫസ്റ്റ് 100 ഇയേഴ്സിൽ ആദ്യത്തെ 100 വർഷം എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100 ഹരിക്കണം 4 എത്ര കിട്ടും? 25. പക്ഷേ 100 ഒരു സെഞ്ച്വറി ആണോ? 100 ഒരു ലീപ്പ് ഇയർ ആണോ? അല്ല. സെഞ്ച്വറീസ് ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ സെഞ്ച്വറി ഇയറിനെ 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം 4 കൊണ്ട് മതി. സെഞ്ച്വറി ലീപ്പ് ഇയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം 100/400 അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവില്ല. സോ 100 ഒരു ലീപ്പ് ഇയർ അല്ല. അപ്പോൾ 25 അല്ല, ഇവിടെ 24 ആയിരിക്കും വരിക.
കണ്ടോ? അപ്പം മൊത്തത്തിൽ നമ്മുടെ ഓഡ് ഡേയ്സ് എത്ര വരും? 100ഉം പ്ലസ് ഈ നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് ആയി 24, 124. ഈ 124നെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചു. അതായത് എത്ര പ്രാവശ്യം 7 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കി. അതായത് എനിക്ക് തോന്നുന്നു 17 പ്രാവശ്യം 7 റിപ്പീറ്റ് ചെയ്യും, പിന്നെ ഒരു 5 റിമൈൻഡറും വരും. അപ്പോൾ 100 വർഷത്തിൽ 5 ഓഡ് ഡേയ്സ് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, 100 വർഷത്തിൽ 5 ഓഡ് ഡേയ്സ്. അപ്പം 200 വർഷമാകുമ്പോൾ എത്ര ഓഡ് ഡേ കാണും? ഒന്ന് നോക്കിയേ. 100 വർഷത്തിൽ 5 ഓഡ് ഡേ ഉണ്ട്. അപ്പോൾ 200 ആകുമ്പോൾ 5ഉം 5ഉം 10 ഓഡ് ഡേ കാണും. 10 ഓഡ് ഡേ പറയാൻ പറ്റും. ഇതിനകത്ത് എവിടെയും ഓഡ് ഡേയ്സിൽ 10 ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 ബാക്കി 3. അപ്പോൾ 200ൽ 3 ഓഡ് ഡേയ്സ് ഉണ്ടാവും. ഇനി 300ൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? ഇതുപോലെ തന്നെ ആദ്യത്തെ 100ൽ 5 ഉണ്ടാവും, അടുത്ത 200ൽ 5, പിന്നെ അടുത്ത 300ൽ 5. അപ്പോൾ 15. അപ്പോൾ 15 ഡിവൈഡ് ബൈ 7, 2, 7, 14, റിമൈൻഡർ 1. അപ്പോൾ ഒരു ഓഡ് ഡേ. 300 വർഷം ഒരു ഓഡ് ഡേ. അങ്ങനെയാണെങ്കിൽ 400 വർഷത്തിൽ എത്ര ഓഡ് ഡേ കാണും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 400 വർഷം എന്ന് പറയുമ്പോൾ 400 വർഷത്തിൽ 4 5 പ്രാവശ്യം വരും അല്ലേ? 4 5 വരും. അതായത് 20 ഓഡ് ഡേ വരും. പ്ലസ് 400 ഒരു ലീപ്പ് ഇയർ അല്ലേ? എന്തുകൊണ്ടാണ്? 400നെ 400 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയില്ലേ? അപ്പം 400 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് 5 + 5 + 5 + 5 4 പ്രാവശ്യം 5 20 ഓഡ് ഡേ ഉണ്ട്. പ്ലസ് ലീപ്പ് ഇയർ ആയതുകൊണ്ടുള്ള ഒരു ഓഡ് ഡേ. അപ്പോൾ 21 ഓഡ് ഡേ. അപ്പോൾ 21/7 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. 400 ഇയേഴ്സിൽ 0 ഓഡ് ഡേ ആണെന്ന്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് നോക്കിയേ. 5 ഓഡ് ഡേ, 3 ഓഡ് ഡേ, 1 ഓഡ് ഡേ, 0 ഓഡ് ഡേ. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഏതാ? ഫ്രൈഡേ. 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഏതാ? വെനസ്ഡേ. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഏതാ? മൺഡേ. 0 ആണെങ്കിൽ സൺഡേ. സോ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഡേയ്സ് ഏതൊക്കെയാണ്? ഫ്രൈഡേ, വെനസ്ഡേ, മൺഡേ, സൺഡേ. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ഓരോ സെഞ്ചുറിയും, അതായത് ഓരോ 100 വർഷത്തിൻ്റെയും അവസാനം ഏതൊക്കെ ഡേ വരാൻ പറ്റും? വെള്ളിയാഴ്ചയാവാം, ബുധനാഴ്ചയാവാം, തിങ്കളാഴ്ചയാവാം, ഞായറാഴ്ചയാവാം. അപ്പോൾ ഏതൊക്കെ ആകാൻ പാടില്ല? ട്യൂസ്ഡേ ചൊവ്വാഴ്ച വരില്ല, തേഴ്സ്ഡേ വ്യാഴാഴ്ച വരില്ല, സാറ്റർഡേ വരില്ല, ശനിയാഴ്ചയും വരില്ല. അപ്പോൾ ഇതിനകത്ത് ഏതാ വരാത്തത്? ട്യൂസ്ഡേ. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് എ ക്ലോക്ക് ഷോസ് 11:25 ദെൻ ഇറ്റ്സ് മിറർ ഇമേജ് വിൽ ബി. അതായത് ഒരു ക്ലോക്കിൽ 11:25 ആണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജിൽ സമയം എത്രയായിരിക്കും? മിറർ ഇമേജിൽ സമയം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. 11:25 ഇതൊരു 12 hour ക്ലോക്കാണ്. 12 hour ക്ലോക്കിൻ്റെ ആണെങ്കിൽ നമ്മൾ എത്രയിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്? ഡിഫറൻസ് എടുക്കേണ്ടത് എത്രയിൽ നിന്നാണ്? 11:60 നിന്ന് ഈ നമ്പർ കുറച്ചാൽ മതി. അതായത് 11:60 നിന്ന് ഈ 11:25 കുറക്കുക. അതായത് ഈ ഫസ്റ്റ് ഡിജിറ്റിൻ്റെയും ഈ സെക്കൻഡ് ഡിജിറ്റിൻ്റെയും പോസിറ്റീവ് ഡിഫറൻസ് എടുത്താൽ മതി. 11 കുറച്ചാൽ 0 ആണ്. 60 25 കുറച്ചാൽ എത്രയാണ്? 35 ആണ്. ഇതെത്രയാണ് ഈ സംഭവം? 12:35 അല്ലേ? 0:35 എന്ന് പറയുന്നത് ടൈം പ്രകാരം 12:35 അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ സീരീസ് 3, 8, 15, 24, 34, 48 ആൻഡ് 63. അതായത് ഈ നമ്പർ സീരീസിനകത്ത് തെറ്റായ ഒരു നമ്പർ ഉണ്ട്. ഇതൊരു സീരീസ് ആണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായ ഒരു നമ്പർ ഉണ്ട്. അത് ഏതാണ് കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാ നമ്പറും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. 63 ഉണ്ട്, 48 ഉണ്ട്, 34 ഉണ്ട്, 24 ഉണ്ട്. അപ്പോൾ ഈ 3, 8, 15 ശരിയാണ്. ഇവിടെയാണ് തെറ്റ് വരുന്നത്. 24 മുതൽ അങ്ങോട്ടുള്ള ഏതോ ഒരു നമ്പറിൽ തെറ്റുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഏറ്റവും സിമ്പിളായിട്ട് ഇത് തമ്മിൽ ഡിഫറൻസ് വെച്ച് നോക്കുക, ഇല്ലെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ എങ്ങനെയും ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെയായിരിക്കും ഈ സീരീസ് ഉണ്ടാവുക. നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ പോലെ തോന്നുന്നില്ല. കാരണം കോമൺ ഡിഫറൻസ് ഒന്നും സെയിം അല്ല. കാരണം 3-ന് 8-ലേക്ക് 5-ന് ഡിഫറൻസും 8-ന് 15-ലേക്ക് 7-ൻ്റെ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ ഇത് AP അല്ല. അപ്പോൾ നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഒരു സീരീസ് ആയിരിക്കും. നമുക്ക് അതിന് സിമ്പിളായിട്ട് നോക്കാം. ഈ 3, 8, 15 ഓക്കെ ആണല്ലോ, ഇത് ശരിയാണേ. ഇവിടെ നിന്ന് ഈ നമ്പേഴ്സിലാണ് തെറ്റ്. അപ്പോൾ ഈ 3, 8, 15 തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടുള്ള സീരീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നോക്കിയാലോ. 3, രണ്ടാമത്തെ നമ്പർ 8 കിട്ടാൻ 3-നോട് 5 കൂട്ടി. അടുത്തത് 15 കിട്ടാൻ 8-നോട് 7 കൂട്ടി അല്ലേ? ഇതുവരെ ഓക്കെ, ഇതുവരെ കറക്റ്റാണ്. 5, 7. അടുത്തത് 24 കിട്ടാൻ 15-ൻ്റെ കൂടെ 9 കിട്ടി. ഇതും എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നില്ല. കാരണം ഇത് 5 ആണ്, പിന്നെ 7 ആണ്, ഇത് 9 ആണ് അല്ലേ? 5ഉം 2 7, 7ഉം 2 9, കുഴപ്പമില്ല. അടുത്തത് 24-നോട് 10 കൂട്ടി 34 കിട്ടി. അപ്പോൾ ഈ 10 ഒരു ഇവിടെ എത്രയായിരുന്നു വരേണ്ടത്? നമ്മുടെ ഒരു ലോജിക്ക് പ്രകാരം ഇവിടെ 5 വന്നു, 7 വന്നു, 9 വന്നു, ഇവിടെ 11 അല്ലേ വരേണ്ടത്? 11 ആയിരുന്നു വരേണ്ടത് അല്ലേ? എന്നാലും നമുക്ക് നോക്കാം ഇനി വേറെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. സോ അടുത്തത് 34 അല്ലേ?
34 കിട്ടി, അതിനോട് 14 കിട്ടിയപ്പോൾ 48 കിട്ടി, 48നോട് 15 കൂട്ടിയപ്പോൾ 63 കിട്ടി. നോക്കിക്കേ 10, 14, 15. ഇവിടെ നിന്ന് തന്നെ തെറ്റിയതുപോലെ തോന്നില്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എക്സ്പെക്ട് ചെയ്ത 11 ഇട്ട് കൊടുത്ത് നോക്കിയാലോ. ബാക്കിയൊക്കെ സെയിം തന്നെ. ഈ 3 നമ്പർ അതുപോലെ വെക്കുക. നമ്മൾ ഇനി മുതൽ ഇതേ ഇവിടെ നമ്മളൊന്ന് മാറ്റാൻ പോവുകയാണേ. 15 + 9 അതുപോലെ തന്നെ 24 + 11 ഇട്ട് കൊടുത്തു. ഇവിടെ എത്ര വരും? അപ്പോൾ 35 വരുവേ. പിന്നെ ഈ 35നോട് 13 കൂട്ടി, അപ്പോൾ എനിക്ക് 48 തന്നെ കിട്ടി. ഈ 48നോട് കൂടി 15 കൂട്ടി 63 കിട്ടി. എന്താ? ഈ നമ്പറും ഈ നമ്പറും ഈ നമ്പറും ഈ നമ്പറും ഈ നമ്പറും എല്ലാം സെയിം ആണ്. ഏതാണ് തെറ്റ് കിട്ടിയത്? ഈ 24 + 10 അല്ല അവിടെ വരേണ്ടിയിരുന്നത്, 24 + 11 വരേണ്ടിയിരുന്നത്. അതായത് ഇവിടെ ഏത് നമ്പറാണ് വരേണ്ടത്? 35. അപ്പം നമുക്ക് തെറ്റായ നമ്പർ ഏതാ? ഈ 34 തെറ്റായ നമ്പർ അല്ലേ? ഇവിടെ 35 വരേണ്ടത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്തത്, ഇഫ് OX ഈസ് കോഡഡ് ആസ് 39, വാട്ട് വിൽ ബി ദ കോഡ് നമ്പർ ഫോർ ലയൺ? നമുക്ക് ഇങ്ങനൊരു എന്താ പറയുക, ഒരു ആൽഫ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു ടേബിളാണിത്. എ മുതൽ ഇസഡ് വരെയുള്ള ആൽഫബറ്റിക് ഓർഡറും 1 മുതൽ 26 വരെ ഓരോ ആൽഫബറ്റിനും നമ്മൾ കൊടുക്കുന്ന നമ്പറും. നോക്കിക്കേ, എ മുതൽ ഇസഡ് വരെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇത് എഴുതാൻ കാരണം എന്താണെന്നറിയോ? ഇങ്ങോട്ട് സ്ഥലമില്ലാത്തതുകൊണ്ടല്ല. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എക്ക് 2 വാല്യൂ ഉണ്ട്. എക്ക് 1 ആവാം, 26 ആവാം. ബിക്ക് 2 ആവാം, 25 ആവാം. അതുപോലെ സെഡിന് 1 ആവാം, 26 ആവാം. അതായത് ഇത് ഫോർവേഡ് ഡയറക്ഷനിൽ എഴുതിയാലും റിവേഴ്സ് ഡയറക്ഷനിലും നമുക്ക് പെട്ടെന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടേബിൾ എഴുതിയേക്കുന്നത്. സോ ഈ ടേബിൾ എല്ലാവരും പഠിച്ചു വെക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PCക്ക് മാത്രമല്ല, SSC ആയാലും RRB ആയാലും ഏത് എക്സാമിനും ഈ ഒരു സംഭവം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ OX 39 എങ്ങനെയായി. OX എന്നുള്ള ഈ ആൽഫബറ്റ്സിനെ എങ്ങനെ 39 ആയിട്ട് എഴുതിയെടുത്തു? സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ടേബിൾ നോക്കി, ഓന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് 15 ഉണ്ട് ഇവിടെ അല്ലേ. ഒരു നമ്മുടെ സാധാരണ ഫോർവേഡ് ഡയറക്ഷനിൽ എഴുതുന്ന സമയത്ത്, ആൽഫബറ്റ്സിൻ്റെ ഡയറക്ഷൻ എഴുതുന്ന സമയത്ത് ഓന് കറസ്പോണ്ടിങ് 15. അതായത് 15ാമത്തെ ആൽഫബറ്റാണ് O. X ആണെങ്കിൽ എത്രാമത്തെയാ? X ദേ ഇരിക്കണു 24ാമത്തെ. ഇപ്പോൾ 15ഉം 24ഉം, ഈ 15, 24, 39ആയിട്ട് എങ്ങനെയെങ്കിലും ബന്ധമുണ്ടോ? ഇത് രണ്ടും ആഡ് ചെയ്താൽ പോരെ? 15ഉം 14നും സമ്മല്ലേ 39. അപ്പോൾ നമുക്ക് ഈ 39 എങ്ങനെ കിട്ടിയത്? ഓയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറും 15ഉം എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 24ഉം ആഡ് ചെയ്തിട്ടാണ് 39 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലയൺ എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റും? എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ, ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ, ഓന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ, എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ. അതായത് എല്ലിന് 12ഉം ഐക്ക് 9ഉം ഓന് 15ഉം എന്നിന് 14ഉം എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 12ഉം 9ഉം 15ഉം 14ഉം 50 എന്ന് കിട്ടും. ഉത്തരം 50. ആൻസർ ഡി ആണ്. അടുത്ത ചോദ്യം, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹20,480 അറ്റ് 6.14% പെർ ആനം ഫോർ 2 years 73 days ഈസ്. എങ്ങനെ തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട്? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ കണക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരുടെയും തലയൊന്ന് പുകച്ച ക്വസ്റ്റ്യനാണിത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ക്വസ്റ്റ്യൻ ഇവിടെ വരെ ഓക്കെ. അപ്പോൾ ഈ 6.14 പെർ ആനം ഫോർ 2 years ഇതുവരെ ഓക്കെ. ഈ 73 days അല്ലേ നിങ്ങളെല്ലാവരും കുഴക്കിയത്? അത് തന്നെയാണ്, ഈ 73 days ആണ് നിങ്ങളെ കുഴക്കിയത്. സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഓപ്ഷൻ എങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിലായിരിക്കും. കാരണം ഇപ്പോൾ ഇത് 3000, 4000, 5000, പിന്നെ ഒരു ഓപ്ഷൻ മാത്രം ഇങ്ങനെ ഒരു ഡിജിറ്റിൽ. പക്ഷേ ഇതിനകത്ത് നോക്കിയേ, എല്ലാത്തിലും ഒരു പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ ഓപ്ഷൻസ് പോലും കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ക്വസ്റ്റിനെ കുറച്ചുകൂടി എന്താ പറയുക ടഫാക്കി വെക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് അത്ര ടഫൊന്നുമല്ല, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലും മാത്രമേ ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആകെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് അറിയുന്ന ഒരേ ഒരു ഇക്വേഷൻ എന്താ? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ടോട്ടൽ എമൗണ്ട് A = P × 1 + R/100 all raised to n. ഇത് ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് തന്ന ഓരോ നോക്കുക. P എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട്, അത് തന്നിട്ടുണ്ട് 20,480. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 6/1/4. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. ഈ മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും? ഈ മിക്സഡ് ഫ്രാക്ഷൻ്റെ ഈ കോഎഫിഷ്യൻ്റ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, എന്നിട്ട് ഈ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി വെക്കുക. 6 × 4 + 1. 6 × 4 ആണ് 24 + 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ, അതായത് 25/4% ആണ് ഈ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ്. പിന്നെ നമ്പർ ഓഫ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 years 73 days. നമുക്കിത് n എന്ന് വെച്ചാൽ ഇയറിൽ തന്നെ കിട്ടണം അല്ലേ. 2 years 73 days. ഈ 73 daysനെ നമുക്ക് എങ്ങനെ ഇയറിലേക്ക് മാറ്റാൻ പറ്റും? നമുക്കറിയാം 365 ദിവസമാണ് ഒരു വർഷം. സാധാരണ 365 ദിവസമാണ് തന്നെ ഒരു വർഷം. സോ ലീപ്പ് ഇയർ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 365 ദിവസമാണ്
ഒരു വർഷം. അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/365 ഇയർ. അങ്ങനെയാണെങ്കിൽ 73 ഡേയ്സ് എത്രയാണ്? ഇത് ഇൻറ്റു 73 എന്ന് വരും. അതായത് 73/365. ഇവിടെ ന്യൂമറേറ്ററിലാണ് 73 വരിക. അപ്പോൾ 73 ഡിവൈഡഡ് ബൈ 365 ഇയർന്ന് കിട്ടും. അതായത് 73 365 5 പ്രാവശ്യം പോകും. സോ 1/5 ഇയർ നമുക്കിത് കിട്ടും. 2 + 1/5 ഇയർന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കൊടുക്കുക, സോൾവ് ചെയ്യുക, ഉത്തരം കിട്ടി. നോക്കിയാലോ. ടോട്ടൽ എമൗണ്ട് പി 20,480. 6 25/4. ഇവിടെ 100 ഡിവൈഡ് ബൈ 100 റേസ് ടു 2 + 1/5. നമുക്കൊരു കാര്യം അറിയോ? ഈ സംഭവം ഇതില്ലേ, ഇത് നോക്കിയേ. ഇപ്പോൾ ഒരു ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഒരു പവർ റേസ് ടു a + b. ഇപ്പം എക്സ് റേസ് ടു നമ്മൾ പഠിച്ചത് a റേസ് ടു m + n ആണെന്ന് വെച്ചോ. a റേസ് ടു m + n നമുക്ക് എഴുതാൻ പറ്റും a റേസ് ടു m ഇൻറ്റു a റേസ് ടു n അല്ലേ. അതായത് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ആണ് a റേസ് ടു m + n. ആ m + n നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? കാണിച്ചു തരാം. ഈ സംഭവം കണ്ടോ? ഇത് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്താണ്. 25 100 4 പ്രാവശ്യം പോകും. അപ്പം ഇത് 16 ആയി. 1 + 1/16 റേസ് ടു 2 + 1/5. ഈ 2നെ ഈ 1 + 1/6 റേസ് ടു 2 ഇൻറ്റു 1 + 1/6 റേസ് ടു 1/5. ഇങ്ങനെ തന്നെ വരില്ലേ? അതായത് ഇതിപ്പോൾ a ആയിട്ട് എടുക്കുക. a² ഇൻറ്റു a റേസ് ടു 1/5. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? a റേസ് ടു 2 + 1/5. അതുപോലെ തന്നെ ഇത് വന്നേക്കുന്നത്. ഈ സംഭവത്തിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇത് 16 ഇൻറ്റു 1 + 1 അതായത് 17/16 ഹോൾ സ്ക്വയർ വരും. അതായത് 17 × 17/16 × 16. ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് പോകും കേട്ടോ. അതിനൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതൊക്കെ ഈ 20,480 ഇത് കറക്റ്റായിട്ട് പോകും. 80 പ്രാവശ്യം പോകും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. പിന്നെ ഇൻറ്റു 1+. ഈ സംഭവം നമുക്ക് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം. 1 + 1/16. ഇവിടെ ഒരു ഹോൾ നമ്പർ, അതായത് ഇൻറ്റീജറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ഇങ്ങനെ ഫ്രാക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിളാണ്. ഈ ഫ്രാക്ഷൻ എടുത്തിട്ട് ഈ സെക്കൻഡ് ടേമിൻ്റെ മുന്നിലങ്ങ് ആഡ് ചെയ്താൽ മതി. കണ്ടോ? ഈ 1/16 മുന്നേ തന്നെ 1/5 ആഡ് ചെയ്യുക. ഈ പവർ ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് മാറി ഇവിടേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ചോദ്യം ഇവിടെ സ്റ്റക്കാവും. ഈ ഒരു ഏരിയ സ്റ്റക്കാവും. അല്ലാതെ വേറെ കുറച്ച് വഴികൾ കൂടി ഉണ്ട്. നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്ന SSCയുടെ ഒക്കെ എക്സാമിന് ചെയ്യുന്ന രീതികളുണ്ട്. നമുക്ക് അത്രയ്ക്കൊന്നും പോകണ്ട. അല്ലാതെ തന്നെ നമുക്കിത് ചെയ്ത് നോക്കാം. സോ ഇത് ജസ്റ്റ് 16 × 5 വരും. അതവിടെ 80 ആവും. 80 × 1 81/80 എന്ന് വരും. ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 23,409. അതായത് 23,409 രൂപ എന്ന് കിട്ടും. ഇത് ടോട്ടൽ എമൗണ്ട് ആണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരുന്നാണ്. ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ മതി അല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് കിട്ടി. അതിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറക്കുക. അതായത് 23,409 20,480 480 കുറച്ച് കഴിഞ്ഞാൽ 2929 എന്ന് കിട്ടും. 2,929. അതായത് ഉത്തരം നമുക്ക് കിട്ടി. ഇത്രയാണ് ഓപ്ഷൻ എ. വളരെ സിമ്പിളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ടഫ് ഉണ്ട്. നമ്മുടെ സമയം കളയാൻ വേണ്ടി മാത്രം വെച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. തല കുറച്ച് പോക്കേണ്ടി വരും കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. സോ നമുക്ക് നല്ല അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. X can do 1/4 of a work in 10 days. Y can do 40% of the work in 40 days. And Z can do 1/3 of the work in 13 days. Who will complete the work first? ഒന്ന് ആലോചിക്കുക. ഈ ഇതൊന്നും നോക്കണ്ട. നിങ്ങൾ ഒന്ന് ചുമ്മാ ആലോചിച്ചാൽ മതി. എക്സ് ക്യാൻ ഡു 1/4 ഓഫ് ദ വർക്ക് ഇൻ 10 days. അപ്പോൾ അവൻ ഫുൾ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 1/4 ആണ് ഒരു ദിവസം കൊണ്ട് അവൻ മീൻസ് 10 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ഇപ്പം ബാക്കി എത്ര ചെയ്യാണ്ട്? 3/4 കൂടി ചെയ്യാണ്ട്. അതായത് 1/4 ആദ്യം ചെയ്തു, പിന്നെ 1/4 ചെയ്തു, പിന്നെ 1/4 ചെയ്തു, പിന്നെ 1/4 ചെയ്തു. അങ്ങനെ 4 പ്രാവശ്യം 1/4 ചെയ്താൽ മാത്രമേ ആ വർക്ക് എത്ര 4/4 അതായത് = 1 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ 1/4 വർക്കാണ് 10 days ആണെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് 10 × 4 അതായത് 40 ദിവസം എടുക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് നമുക്ക് എത്രയാണ് ഈ പോർഷൻ തന്നിരിക്കുന്നത് അതിനെ തിരിച്ചിട്ടിട്ട് ഈ ദിവസത്തോണ്ട് ഗുണിച്ചാൽ മതി. കംപ്ലീറ്റ് 100% വർക്ക് ഇൻ 10 × അതായത് ദിവസം ഇൻറ്റു നമ്മൾ ഈ സാധനം നേരെ തിരിച്ചിടുക 4/1 40 days. അതാണ് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ജോലിയുടെ 50% 10 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ നിങ്ങൾ പറയാം 50% 10 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് തീർക്കാൻ വേണ്ടി എത്ര ദിവസം വേണം? 50% പറഞ്ഞാൽ എത്ര? 1/2 പകുതിയല്ലേ. പകുതി തീർക്കാൻ വേണ്ടിയിട്ട് 10 ദിവസം വേണം. അങ്ങനെയാണ് ഫുള്ള് തീർക്കാൻ കംപ്ലീറ്റ് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 10 × 2 20 ദിവസമല്ലേ. അതായത് ആദ്യത്തെ 10 ദിവസം കൊണ്ട് പകുതി പണിയും പിന്നത്തെ 10 ദിവസം കൊണ്ട് പകുതി പണിയും തീർക്കുന്നു. അതിങ്ങനെ നമുക്ക് കിട്ടി. ഈ 10ന് നമ്മുടെ 50% 1/2നെ റിവേഴ്സൽ കൊണ്ട് ഗുണിച്ചു. 10 × 2/1. അതുപോലെ തന്നെ ഇവിടെയും ഓരോന്നും അതുപോലെ ചെയ്താൽ മതി. ഇതേപോലെ Y can do 40% of the work in 40 days.
40% പറഞ്ഞാൽ എത്ര? 40/100 അല്ലേ? 40/100 നമുക്ക് ഫ്രാക്ഷനിലേക്ക് എഴുതി കഴിഞ്ഞാൽ 2/5 ഇൻ 40 days. 2/5 ഇവിടെ നേരെ തിരിച്ചിട്ട് ഡേനെ ഗുണിച്ചു. അപ്പം 2/5 40 എത്ര കൊണ്ടായിരിക്കണം ഗുണിക്കേണ്ടത്? 40 × 5/2 40 × 5/2 അതായത് 100 ദിവസം. അതായത് ഈ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ദിവസം എടുക്കും. അടുത്തത് സെറ്റ് ക്യാൻ ഡു 1/3 വർക്ക് ഇൻ 13 days. 1/3 വർക്ക് ഇൻ 13 days. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഈ 13 അത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3/1 അതായത് 39 ദിവസം. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഹൂ വിൽ കംപ്ലീറ്റ് ദ വർക്ക് ഫസ്റ്റ്. അപ്പോൾ എക്സ് ആ ജോലി 40 ദിവസം കൊണ്ടും വൈ ആ ജോലി 100 ദിവസം കൊണ്ടും സെഡ് ആ ജോലി 39 ദിവസം കൊണ്ടും ചെയ്യും. ഇതിനകത്ത് ആരാണ് ആദ്യം ചെയ്ത് തീർക്കുക? 39 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന സെഡ് അല്ലേ? സോ ഇവിടെ ഓപ്ഷൻസ് വരിക, ആൻസർ വരിക സി ഓപ്ഷൻ സി ആണ് സെഡ്. ഓക്കെ, അടുത്ത ചോദ്യം. If x is 80% of y, then what percentage of 2x is y? സിമ്പിളാണ്. എക്സ് 80% ഓഫ് വൈ ആണ്. അതായത് എക്സ് വൈയുടെ 80%. അത് ചുമ്മാ ഇത് എക്സ് ഈക്വൽ ടു 80% ഓഫ് വൈ. 80% എന്ന് വെച്ച് കഴിഞ്ഞാൽ 80/100 ഓഫ് വൈ. ജസ്റ്റ് അപ്പോൾ ഇതിൽ നിന്ന് വൈ ഈക്വൽ ടു ഇത് 100 ഇങ്ങോട്ട് എടുക്കുക, 80 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ വൈ ഈക്വൽ ടു 100/80 ഇൻറ്റു എക്സ്. നമ്മളോട് ചോദിക്കുന്നത് വൈ 2x-ൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ ഇവിടെ എക്സ് അല്ല വരേണ്ടത്, ഇവിടെ 2x ആണ് വരേണ്ടത് അല്ലേ? ഇവിടെ 2x വരണം. ഒന്ന് നോക്കിക്കേ, എക്സ് വൈയുടെ 80% പറയുമ്പോൾ വൈയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ് വരുന്നത്? 80/100 അല്ലേ? അതുപോലെ വൈ 2x-ൻ്റെ എത്ര ശതമാനമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിൻ്റെ മുമ്പിൽ ഒരു 2 വേണം, പിന്നെ ഡിവൈഡഡ് ബൈ ഒരു 100 വേണം അല്ലേ? ഞാൻ അത് രണ്ടും ആഡ് ചെയ്യാൻ പോവാം. 2x ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 2 ഗുണിച്ചപ്പോൾ 2x ആയി. പക്ഷേ ഈക്വേഷൻ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ 2 നമ്മൾ ഡിവൈഡും ചെയ്യണം. എന്നാലും മാത്രമേ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് ഇത് പഴയ പോലെ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിവിടെ 2x കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ? നോക്കിക്കേ, ഇത്ര പെർസെൻറ്റേജ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ 100 കൂടി വേണ്ട താഴെ. അപ്പോൾ താഴെ ഞാൻ ഒരു 100 ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്തു? മുകളിലും ഒരു 100 ആഡ് ചെയ്തു. ഇത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. y ഈക്വൽ ടു 100/80 ഇൻറ്റു എക്സ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 2x എത്രയാണ് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2x/100 എന്നുള്ള ഫോമാറ്റിലേക്ക് ഇവിടെ മാറ്റിയത്. എന്നിട്ട് ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ച് കഴിഞ്ഞാൽ 125/2 കിട്ടും. അപ്പോൾ y ഈക്വൽ ടു 125/2 പെർസെൻറ്റേജ് ഓഫ് 2x കിട്ടി. നമുക്ക് ആൻസർ എത്ര? 125/2. പക്ഷേ ഇതിനകത്ത് എവിടെയെങ്കിലും 125/2 ഉണ്ടോ? ഇല്ല. ഈ സിമ്പിൾ ഫ്രാക്ഷനെ ഇവർ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റി. ഈ 125/2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട്? പറ. ഇതല്ലേ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ആക്കുക? ഇത് ഈ കോഎഫിഷ്യൻ്റ് ഗുണിക്കണം ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. അതായത് 2 താഴെ തന്നെ വെക്കുക. 62 × 2 124 പ്ലസ് 1 125 125/2 ഏത്? ഓപ്ഷൻ ബി. നമുക്കിവിടെ ആൻസർ ഒരു ഓപ്ഷൻ ബി ആണ്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വെച്ചോ, ചുമ്മാ ഒന്നും വേണ്ട, ഒരു നമ്പർ അങ്ങ് ഇട്ട് കൊടുക്കുക. y ഈക്വൽ ടു 100 ആണെന്ന് വിചാരിക്കുക. എക്സ് 80% ഓഫ് y ആണ്. അതായത് എക്സ് എന്ന് വെച്ചാൽ 80% ഓഫ് y എന്ന് വെച്ചാൽ 80% ഓഫ് 100. 80% ഓഫ് 100 80 തന്നെയാണ്. അടുത്ത് ചോദിക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 2x ഈസ് y. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 2x പറയുമ്പോൾ ഇവിടെ എത്രയായി? 160 ഈസ് y. 160ൻ്റെ എത്രയാണ് y എന്നാണ് ചോദിച്ചേക്കുന്നത്? y ഈക്വൽ ടു k പെർസെൻറ്റേജ് ഓഫ് 160. ചുമ്മാ എടുക്കുക, k അറിയില്ല, k ആണ് കണ്ടുപിടിക്കുന്നത്. y ഈക്വൽ ടു k പെർസെൻറ്റേജ് ഓഫ് 160. 200 അല്ല 160. അപ്പോൾ y ഈക്വൽ ടു k പെർസെൻറ്റേജ് പറഞ്ഞാൽ k/100. y നമ്മൾ ഓൾറെഡി നമുക്കിവിടെ എടുത്തിട്ടുണ്ട്, നമ്മൾ 100 ആണ്. 100 ഈക്വൽ ടു k പെർസെൻറ്റേജ് ഓഫ് 160. k കണ്ടുപിടിച്ചാൽ മതി. k ഈക്വൽ ടു 100 × 100 ഡിവൈഡഡ് ബൈ 160. 100 × 100 ഡിവൈഡഡ് ബൈ 160. ഇത് എത്ര കിട്ടും? 125/2%. ഇതേ നോക്കിക്കേ, ഇത് തന്നെ അല്ലേ? സോ ആൻസർ ഇവിടെ കിട്ടുക ഓപ്ഷൻ ബി. അടുത്തത്, ഇഫ് ബൈ സെല്ലിംഗ് 110 മാംഗോസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 120 മാംഗോസ് ഈസ് റിയലൈസ്ഡ്, ദ ഗെയിൻ പെർസെൻറ്റേജ് ഈസ്. ഇത് സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിച്ചാൽ ചില ഒരു രീതി ഞാൻ ചോദിക്കാം. ആ രീതി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വിറ്റപ്പോൾ ലാഭശതമാനം എത്ര? ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? അതിനൊക്കെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെല്ലിംഗ് 110 മാംഗോസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 120 മാംഗോസ് ഈസ് റിയലൈസ്ഡ്. അതായത് 110 മാംഗോ വിറ്റപ്പോൾ തന്നെ 120 മാംഗോയുടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് ലാഭമായിട്ട് കിട്ടി അല്ലേ? ഇത്രയും ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഓൾമോസ്റ്റ് ഇതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ചുമ്മാ വിചാരിക്കും ഒരു മാംഗോയുടെ വില 1 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 110 മാംഗോയുടെ വില എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് 110 മാംഗോ വെച്ചാൽ 110 തന്നെ, ഒരെണ്ണത്തിന് 1 രൂപയല്ലേ? നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നത് എത്രയാണ്? 120 മാംഗോയുടെ കോസ്റ്റ് പ്രൈസാണ് കിട്ടിയത്. 120 മാംഗോയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 120. അതായത് 110ൻ്റെ ഒരു സാധനം 100 രൂപക്ക് നമ്മൾ വിറ്റു. ലാഭശതമാനം എത്ര? അത്രയേ ചോദിച്ചിട്ടുള്ളൂ.
അതായത് പെർസെൻറ്റ് ഓഫ് പ്രോഫിറ്റ് വെച്ചാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? 110 സാധനം 120 രൂപയ്ക്ക് വിറ്റതാ. അപ്പോൾ എത്രയാണ്? 10 രൂപയാണ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 110. 10 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്ത് നമുക്ക് 100/11 കിട്ടും. 100/11 ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് പ്രോഫിറ്റ്. പക്ഷേ ഈ 100/11 ഇവിടെ എവിടെയും ഉണ്ടോ? ഇതും നേരത്തെ പോലെ തന്നെ ഈ സിമ്പിൾ ഫ്രാക്ഷൻ അതുകൊണ്ടേ മിക്സർ ഫ്രാക്ഷൻ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ 11 വരണം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് എടുത്ത് ദൂരെ കളയാം. ഡിനോമിനേറ്റർ 11 വരണം, ന്യൂമറേറ്റർ 100 വരണം. 100 വരണമെങ്കിൽ ഈ ഇതിപ്പം 10 × 11 110. അപ്പോൾ 100ന് മുകളിലായി. ഇനിയിപ്പോൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നോക്കുക. ഇതേ ഉള്ള ഓപ്ഷൻ 9 × 11 99 + 1 100. അപ്പോൾ 100 / 11 ഇതാണ് ഓപ്ഷൻ വരെ, ഓപ്ഷൻ എ. ഓക്കെ. അടുത്ത ചോദ്യം, ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് 3 ഇസ്. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് 3ൻ്റെ ഗുണന പട്ടിക അറിഞ്ഞാൽ മാത്രം മതി. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 5 മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 6 9 12 15 ഇതാണല്ലോ 5 മൾട്ടിപ്പിൾ. ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ 5. ആവറേജ് ഓഫ് 5 മൾട്ടിപ്പിൾസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 5, അതായത് സം ഓഫ് 5 നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ. അതായത് ഇതിൻ്റെ സമ്മ് 45 കിട്ടും ഡിവൈഡഡ് ബൈ 5. സോ 9 എന്ന് കിട്ടും ആൻസർ. സോ ഓപ്ഷൻ ബി. അടുത്തത് 3:24 എന്നത് 5:what? 3 24ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ 5 ഏത് നമ്പറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നോക്കിക്കാൻ 120 ഉണ്ട്, 45 ഉണ്ട്, 124 ഉണ്ട്, 27 ഉണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും? 3നെ നമുക്ക് എങ്ങനെ 24ലേക്ക് എത്തിക്കാം? ആദ്യം തന്നെ മനസ്സിലായിരുന്നു 3 × 8 ആണ്. 3 × 8 എത്രയാണ്? 24. അപ്പോൾ ഇതുപോലെ 5 × 8 5 × 8 40 ഇവിടെ ഉണ്ടോ? ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ ആ ബന്ധമല്ല. പിന്നെ അടുത്ത നോക്കാം, 3² 9 അല്ലെങ്കിൽ 3³ എത്ര? 27. 3³ 27. എൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ എത്ര കുറവുണ്ട്? 3³ 3 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 24 കിട്ടി. 3³ 3 കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 24 കിട്ടി. ഓക്കെ, ഈ ഒരു ബന്ധം ഇവിടെ ഓക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിന്ന് ഇതുപോലെ 5³ - 5 എത്ര? അത് ഈ ഓപ്ഷനിലുണ്ടോ നോക്കിയാൽ മതി. 5³ - 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5³ എന്ന് വെച്ച് കഴിഞ്ഞാൽ 125 -5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 120. ഇതേ ഇരിക്കുന്ന ഓപ്ഷനല്ലേ. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്, 120. നമ്മൾ മിനിമം നമ്മൾ ഒരു ക്യൂബ്സ് ഒരു മിനിമം ഒരു 10 നമ്പേഴ്സ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെങ്കിലും ക്യൂബ് പഠിച്ചിരിക്കണം. ആ ക്യൂബ് റൂട്ട് എല്ലാം ബൈഹാർട്ടായിരിക്കണം. പിന്നെ സ്ക്വയർ ആണെങ്കിൽ മിനിമം 20 നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെങ്കിലും സ്ക്വയർ നമ്മൾ ബൈഹാർട്ടാക്കിയിരിക്കണം. കാരണം ഇതൊക്കെ നമ്മുടെ കണക്കിൽ സ്പീഡ് നമ്മുടെ നിർണ്ണയിക്കുന്നതാണ്. പെട്ടെന്നൊരു നിങ്ങൾക്ക് വിചാരിക്കും നിങ്ങളിപ്പോൾ 15ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 16ൻ്റെ സ്ക്വയർ നമുക്ക് എഴുതിയിട്ട് കണ്ടുപിടിച്ചാൽ പോരെ, എന്തിനാണ് ബൈഹാർട്ട് പഠിക്കുന്നതെന്ന്. ഓക്കെ, അത് മതി. പക്ഷേ കണക്കിൽ സെക്കൻഡുകളാണ് നമ്മുടെ എക്സാമിൻ്റെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇത് നേരത്തെ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടുന്നത് ഒരു ക്വസ്റ്റ്യൻ 1 സെക്കൻഡ് ആയിരിക്കും. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ 5 സെക്കൻഡ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടി റിവൈസ് ചെയ്യാനുള്ള ചിലപ്പോൾ സമയം കിട്ടിയേക്കും. സോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം 35നും 45ൻ്റെ ഒക്കെ സ്ക്വയർ ഒന്നും ഞാൻ പഠിക്കാൻ പറയുന്നില്ല. അതൊക്കെ നമുക്ക് അവിടെ നിന്ന് അതിപ്പോൾ എല്ലാവർക്കും പഠിക്കാനും പറ്റണമെന്നില്ല. അതൊക്കെ ആ സമയത്ത് എഴുതിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഓപ്ഷൻസ് കണ്ടാലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് 35ൻ്റെ സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ വേണം നമ്മൾ കണക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം സമയം ഏറ്റവും കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ സമയം കളയാൻ പറ്റുന്നത് നമുക്ക് കണക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കഷൻ. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.